കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ ആഘാതങ്ങളും ഭാവിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയാണെന്നും ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന സുസ്ഥിര ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്നത് ഇന്നത്തെ എഞ്ചിനീയർമാരുടെ പ്രധാന ഉത്തരവാദിത്തമാണെന്നും തിരുപ്പതി IIT സിവിൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ AV രാഹുൽ കോതമംഗലത്ത് പറഞ്ഞു. മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെയ്സ് റേസ് 26 മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സൗകര്യങ്ങളും സുസ്ഥിര എഞ്ചിനീയറിംഗും എന്ന അന്തർദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, നഗരവൽക്കരണം, വിഭവക്ഷാമം എന്നിവ ശക്തമായി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ആവശ്യകതകൾ എന്നിവയാണ് മെയ്സ് റേസ് 26 എന്ന സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വ്യവസായ രംഗത്തെ വിദഗ്ധർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നാളേക്കായി പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ രൂപപ്പെടുത്തൽ എന്ന ആശയത്തെ ആസ്പദമാക്കി ഗതാഗതം, സുസ്ഥിര നിർമ്മാണ സാങ്കേതിക വിദ്യകൾ, പരിസ്ഥിതി സംരക്ഷണം, ഹരിത എഞ്ചിനീയറിംഗ്, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, കാലാവസ്ഥാ മാറ്റത്തെ നേരിടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഗവേഷണ പ്രബന്ധങ്ങളും സാങ്കേതിക ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കും. ഗവേഷണവും സാങ്കേതിക നവീകരണങ്ങളും സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോഴാണ് എഞ്ചിനീയറിംഗിന്റെ യഥാർത്ഥ പ്രസക്തി തെളിയുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരുപ്പതി IIT സിവിൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ AV രാഹുൽ പറഞ്ഞു. പാലക്കാട് IIT സിവിൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ റാം VG മുഖ്യാതിഥിയായിരുന്നു. ഭാവിയിലെ നഗരങ്ങളും ഗതാഗത സംവിധാനങ്ങളും പരിസ്ഥിതി സൗഹൃദവും ഊർജ്ജക്ഷമവുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഡോക്ടർ റാം ചൂണ്ടിക്കാട്ടി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അക്കാഡമിക് സ്ഥാപനങ്ങൾക്കും ഗവേഷകർക്കും നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ എൽസൺ ജോൺ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ജോബി ജോർജ്, സമ്മേളന കോർഡിനേറ്റർമാരായ ഡോക്ടർ അൽക്ക എബ്രഹാം, പ്രൊഫസർ ബേസിൽ ജയ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രീയ സഹകരണത്തിനും ഗവേഷണ ആശയവിനിമയത്തിനും വേദിയൊരുക്കുന്ന ഈ സമ്മേളനം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും നവീന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുന്നതിനും ഭാവി ഗവേഷണ സാധ്യതകൾ വികസിപ്പിക്കുന്നതിനും സഹായകരമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.